അതെ, ഈ വാസ്കോഡ് ഗാമ എപ്പോഴും എന്തിനാ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്? തന്റെ പറച്ചില് കേട്ടാ തോന്നുന്നു നാം വിളിച്ചു വരുത്തിയതാണെന്ന്. എനിക്കറിയൂ, നാം വിളിച്ചു വരുത്തിയതല്ലോ. ഒരേ കാലക്കേട്. അതെ, ഈ വാസ്കോഡ് ഗാമ വന്ന എന്തെങ്കിലും ഉടായ്പ ഇവിടെ ഉണ്ടാക്കും. അപ്പൊ അതിന് തടയിടാൻ നമ്മുടെ പടനായകൻ എന്തേ, പടത്തലവൻ എന്തേ? പടത്തലവന്റെ കാര്യമൊന്നും നിങ്ങൾ അറിഞ്ഞില്ല? നമ്മുടെ കൊട്ടാരത്തിന് ചുറ്റുമതിൽ കെട്ടാൻ ഞാൻ കുറെ ആൾക്കാരടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ കൊട്ടാരത്തിന് ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടി ആൾക്കാർ വന്ന് കൊട്ടാരത്തിന് ചുറ്റും നിന്നപ്പോ നമ്മുടെ പടത്തലവും വിചാരിച്ചു ശത്രു സൈന്യം വന്ന് കൊട്ടാരം ചുറ്റിയതാണെന്ന്. അങ്ങനെ അവൻ നാട് വിട്ടിരിക്കണു. സാമൂതിരി, വാസ്കോഡ് ഗാമ എത്തിപ്പോയി. Beautiful place. Yes, amazing place. Yeah. Mr. Samudri, glad to meet you. അതൊന്നും വേണ്ട. ഇപ്രാവശ്യം ഗാമ ഭാര്യയും കൂട്ടിയാണല്ലോ വന്നിരിക്കണേ. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ എവിടെ പോയാലും ഇവൾ എവിടെ എത്തിയെന്ന് വിളിച്ച് ചോദിക്കും. ഏതാകുമ്പോ ആ ഒരു പ്രശ്നം ഇല്ലല്ലോ. നമ്മുടെ രാജ്ഞിയെ പോലെ തന്നെ. ഇപ്പൊ ഇവിടെ കപ്പലടിപ്പിച്ചതിന്റെ ഉദ്ദേശം ഗാമയ്ക്ക് കാപ്പിക്കുരു വേണം. എനിക്കറിയാം, അല്ലേലും നീ എന്തെങ്കിലും കുരുവാട്ടെ ഇങ്ങോട്ട് വരുത്തോളന്ന്. ഇപ്പൊ കാപ്പിക്കുരു വേണമെന്ന് പറഞ്ഞ് വന്നിരിക്കണു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഏലക്കയും കുരുമുളകും ഒക്കെ കൊണ്ടുപോയിരുന്നു നമ്മളെ പറ്റിച്ച്. ഇക്കുറി നമ്മളെ അങ്ങനെ പറ്റിക്കാതെ കരുതണ്ട. ഗാമ ഇപ്രാവശ്യം ആരെയും പറ്റിക്കില്ല. Not particles. നിങ്ങൾ പറയുന്ന പൊൻപണം നൽകി ഗാമ കാപ്പിക്കുരു കൊണ്ടുപോകും. അയ്യോ, ഉടായിപ്പിന്റെ ആളാണ് ഗാമ. What? ഉടായിപ്പ് എന്നൊക്കെ അറിയില്ല? ഇല്ല. ഞാനൊരു കേസ് പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഗാമ യുദ്ധം നടത്താൻ വേണ്ടി വെള്ളക്കൊടി വീശി കാണിച്ചില്ലേ, സമാധാനത്തിന് വേണ്ടി. എന്നിട്ട് അതേ ഗാമ തന്നെ വീണ്ടും യുദ്ധം തുടങ്ങിയില്ലേ? അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ വെള്ളക്കൊടി വീശി കാണിച്ചപ്പോ നിങ്ങളുടെ സൈന്യാധിപൻ അയാൾ ഉടുത്തിരുന്ന മുണ്ടഴിച്ച് കാണിച്ചു. പിന്നെ ഞാൻ യുദ്ധം തുടങ്ങണ്ടേ? അത് മനഃപൂർവ്വം മുണ്ടഴിച്ച് കാണിച്ചതല്ല. പിന്നെ അതാ സമയത്തിന് വീശാൻ വെള്ളക്കൊടി അവന് കിട്ടാത്തതിന്റെ പേരില് ഉടുമുണ്ടൂരി സമാധാനം കാണിക്കാൻ വേണ്ടി വീശി കാണിച്ചതാ. വെറുതെ ഒരു യുദ്ധം വേസ്റ്റായി. അത് കണ്ട് പുള്ളിക്കാരന്റെ ഉള്ള സമാധാനം കൂടെ പോയി കാണും. നമ്മളെ സേനാധിപനല്ലേ ആള്. ഇപ്പൊ എന്താണ് നിങ്ങളുടെ തീരുമാനം? അല്ല, അതിനു മുന്നേ നിങ്ങൾ ഞങ്ങളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നില്ലേ? ഇല്ല, ഒരാളെ പോലും കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നില്ല. കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗാമ വന്ന് പോയപ്പോൾ ഈ ഉടുത്തിരുന്ന എന്റെ കോണാമ്പരങ്ങൾ അടിച്ചിട്ട് പോയത് അറിയാവാ? I don't know. ഒരു പട്ടം പോലെ ഇരിക്കുന്ന ഒരു സാധനം കൊണ്ടുപോയില്ലേ? അത് നമ്മുടെ മൂത്തമോൻ പട്ടാമ്പാറത്തിൽ കാണിച്ചു. അത് അവിടെ പിന്നെ ആർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഇല്ല. നമ്മൾ ആദ്യത്തെ മര്യാദ ഇല്ലാത്തവരല്ല. പക്ഷെ ഒരു മര്യാദ ഇല്ലാത്ത ഗാമയോട് നമുക്ക് ആദ്യത്തെ മര്യാദ കാണിക്കാൻ താല്പര്യമില്ല. ഈ കാപ്പിക്കുരുവിന് പകരം സാമൂതിരിക്ക് എന്ത് വേണം? ഈ കാപ്പിക്കുരുവിന് പകരം വെറുതെ കൊടുക്കരുത്. ഈ കാപ്പിക്കുരു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വേറെ വല്ലതും ചോദിക്കൂ. അവന്റെ സ്വഭാവം വെച്ച് അവൻ എന്തെങ്കിലും ചോദിക്കാതിരിക്കും. ഉറപ്പായിട്ടും അല്ല, കാപ്പിക്കുരു നമുക്ക് കൊടുക്കാം. കൂട്ടുകച്ചവടമാണല്ലോ. അതെ, നമുക്കും ആ മൂല്യത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ നോക്കാം. അല്ലേ? കിട്ടണം. അതെ ഗാമ, ഇതിനു മുമ്പ് നമ്മുടെ ഏലക്കയും കുരുമുളകും ഒക്കെ കൊണ്ടുപോയിരുന്നു. അതിന്റെ കുറച്ച് കണക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. അന്ന് ഞങ്ങളെ പറ്റിച്ചിരുന്നു. അതൊന്ന് തീർത്താൽ. സാധ്യമല്ല. വിട്ട ഏമ്പക്കവും എഴുതിയ കണക്കും ഗാമ ഇനി ഒരിക്കലും തിരിച്ചെടുക്കില്ല. ഓ, എന്താ ഇട്ട ഏമ്പക്ക തിരിച്ചെടുക്കൂലെന്ന് ഗാമ ആണോ? എന്നാ ഒരു കാര്യം ചെയ്യ്. നമുക്കിപ്പം കാപ്പിക്കുരു നമ്മൾ തരാൻ തയ്യാറാണ്. അതെ, എനിക്ക് കുരു വേണം. എനിക്ക് കുരു വേണം. ദൈവമേ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തൻ കുരു വേണോന്ന് ചോദിച്ചു കിടക്കുന്നത്. അതെ, ആ കാപ്പിക്കുരു തന്നാൽ അതിന് മൂല്യമായിട്ട് നോമിന് എന്ത് തിരിച്ചു തരും? സാമൂതിരിക്ക് എന്ത് വേണം? എത്ര പറയും? 750 പറ. 2000 പൊന്മണം തന്നാൽ നിങ്ങൾക്ക് എത്ര ചാക്ക് വേണം കാപ്പിക്കുരു? എനിക്ക് 1000 ചാക്ക് കാപ്പിക്കുരു വേണം. 1000 ചാക്ക് കാപ്പിക്കുരു എങ്കിൽ 3000 പൊന്മണം കിട്ടണം. 3000 പൊൻപണം സാധ്യമല്ല. 3000 പൊന്മണം. 2000 പൊൻപണത്തിന് ഡീൽ ഉറപ്പിക്കാൻ പറ്റുമോ? ഉള്ളതാവട്ടെ. 2000 പൊന്മണത്തിന്റെ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു. Okay, now
ചരക്ക് കപ്പലിൽ കയറ്റു. ചരക്ക് കാണണ്ടേ? ചരക്ക് കാണണം. നോക്ക, നല്ല ഒന്നാന്തരം കാപ്പിക്കുരുവാണേ. Wow, nice. നൈസ് മാൻ. Yeah, ഓക്കേ yeah. ഓക്കേ ഓക്കേ, ചാക്കെല്ലാം കപ്പലിൽ പെട്ടെന്ന് കയറ്റിക്കോളൂ. കപ്പലിലേക്ക് കയറ്റുക. ഇനി എന്താണാവോ ആവശ്യം? ഓക്കേ, ഇതാ 2000 പൊൻപണമുണ്ട്. പിന്നെ ഈ കുരു അല്ലാതെ വേറെ ഏത് കുരുവുണ്ട്? മൂലക്കുരുണ്ട്. മൂലക്കുരു ഒരു 1000 ചേക്ക് കപ്പലിലേക്ക് കയറ്റിക്കൊള്ളൂ. ദൈവമേ, ആകെ ഒരാൾക്കേ ഉള്ളു. എന്നോട് മൂലക്കുരു എവിടാന്ന് പറയണ്ട. ചുമ്പം വെട്ടി എടുത്തോണ്ട് പോകണം ഞാൻ. മൂലക്കുരു കയറ്റു. ആ മൂലക്കുരു നമ്മൾ കത്തിച്ച് മണക്കും. തൽക്കാലം ഈ കാപ്പിക്കുരു അങ്ങോട്ട് കൊണ്ടുപോവുക. അടുത്ത തവണ വരുമ്പോ മൂലക്കുരു കയറ്റി വയ്ക്കാനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്തേക്കാം. അപ്പോ ഞാൻ പോർച്ചുഗീസിൽ എത്തിയാൽ ഉടൻ തന്നെ സാമൂതിരിയുടെ മൂലക്കുരുവിന്റെ പരസ്യം അവിടെ ചെയ്യും. ഒരു മിനിറ്റ്, അമ്മ ഒന്ന് പരിശോധിക്കട്ടെ. പരിശോധിക്കൂ. ചാക്ക് പെട്ടെന്ന് കയറ്റു. അറിയാം, ഇത് കഴിഞ്ഞ അടുത്ത കപ്പലിൽ സാമൂതിരിയുടെ 1000 മൂലക്കുരു. യെസ്. ഒരുമാതിരി കോലക്കല പരിപാടി കാണിക്കരുത്. വാട്ട് മീൻ? 2000 പൊൻപണോന്ന് പറഞ്ഞിട്ട് ഇത് 1000 പൊൻപണേ ഉള്ളൂ. ഇനി ഞങ്ങളെ പറ്റിക്കാന്ന് കരുതണ്ട. നോം നിന്റെ വെറുതെ വിടില്ല. സാമൂതിരി, ഈ ഗാമ ഒരിക്കലും കൃത്യമായി കണക്ക് കൊടുത്ത ശീലമില്ല. ആർ യു ക്വസ്റ്റനിങ് മീ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ നമ്മളെ പറ്റിക്കൂന്ന്. നീ ഇത് പുറഞ്ചൊറിയാൻ കൊണ്ട് നടക്കുവാണോ? അങ്ങോട്ട് കുത്തുക. ചുറ്റുകലയും ഈ ഗാമ. സാമൂതിരി, എന്റെ ഷിപ്പിൽ 800ഓളം പടയാളികളുണ്ട്. അവരെല്ലാം കൂടെ കയറിയെന്നാൽ സാമൂതിരിയുടെ നെഞ്ചത്ത് പൊങ്കാലയിടും. അതുകൊണ്ട് ഈ പണം കണ്ട് തൃപ്തിപ്പെട്ടോരണം. ഓക്കെ, ദിസ് ഈസ് ഗാമ, വാസ്കോ ഡി ഗാമ. ഓക്കെ, റിമെമ്പർ ദാറ്റ്. കം ഓൺ. എടാ മഹാഭാവികളെ, എന്നെ ഒറ്റക്കിട്ടിട്ട് പൊക്കളല്ലടാ. പോയാ പോയാ പോയി പോയി പോയി. ഇപ്പൊ എങ്ങനെ ഇരിക്കണ? എന്താ? ഞാൻ അപ്പഴേ പറഞ്ഞാണ് ഗാമ പറ്റിക്കും പറ്റിക്കും. ഇപ്പൊ എങ്ങനെ പറ്റിച്ചോ? ഗാമയല്ല നമ്മളെ പറ്റിച്ച, നോമാണ് ഗാമയെ പറ്റിച്ചിരിക്കണത്. അതെങ്ങനെയാണെന്ന്? അതെങ്ങനെയെന്നോ, നമ്മള് പുള്ളിക്ക് എത്ര കൊടുത്തിരിക്കണത്? 1000 ചാക്ക് കാപ്പിക്കുരിയാണ് കൊടുത്തിരിക്കണത്. അതിൽ 1000 ചാക്ക് കാപ്പിക്കുരു നമ്മൾ കൊടുത്തിട്ടില്ല. ഗാമയെ കാണിച്ചില്ലേ? ആ ഒരു ചാക്ക് കാപ്പിക്കുരു മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 999 ചാക്കിലും ആട്ടുംകാട്ടമാണ്. ആഹാ, അടിപൊളി. ഒരു ചാക്ക് കാപ്പിക്കുരു കൊടുത്തിട്ട് നമുക്ക് 1000 പൊൻപണം പോരെ? അപ്പൊ ഗാമയുടെ കാപ്പി അത് ഗാമയ്ക്കും ഭാര്യയ്ക്കും അവിടെ ഒരു കുരുവായി മാറും. അത് കലക്കി.